ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ധമാക് എന്ന സിനിമയുടെ റിവ്യൂ ആണ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ശിവരാജ് കുമാർ, പ്രഭുദേവ്, നിഷ്വിക നായിഡു, ഏതാണത്, പ്രിയ ആനന്ദ്, തനിക്കേള്ള ഭരൺ, അങ്ങനെ എന്തൊക്കെയാണ് പേര്. അവരുടെ അതിനുള്ള പേര് എനിക്ക് ഇടയ്ക്ക് വായിൽ കിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ പി രവിശങ്കർ, പിന്നെ കന്നഡ രഘു എന്നിവരെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെ ചോദിച്ചാൽ അടിപൊളി പടം. ആൻഡ് ദിസ് ഈസ് ഡയറക്റ്റഡ് ബൈ യോഗരാജ് ഭട്ട്. ഇയാളുടെ നേരത്തെ പടങ്ങൾ ഞാൻ മറന്നു വിട്ടു. ഞാൻ ഏതോ പടം കണ്ടിട്ടുണ്ടോ ഞാൻ മറന്നുപോയി. സോറി ഗോയ്സ്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കണം ഹരികൃഷ്ണയാണ്, വി ഹരികൃഷ്ണ. അങ്ങനെ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗർ തന്നെ, ഒരു മ്യൂസിക് കമ്പോസർ തന്നെയാണ്. പിന്നെ പടത്തിൻ്റെ പോസിറ്റീവ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോറി ഈസ് നൈസ്, സ്ക്രീൻ പ്ലേ ഈസ് നൈസ്, പെർഫോമൻസസ് അടിപൊളി എന്ന് പറയാം. ഒരു കാര്യമുണ്ട്, ഒരാളുടെ പെർഫോമൻസ് ഒഴികെ ബാക്കിയെല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് രവിക ശങ്കറിൻ്റെ കാര്യമാണ്. ശങ്കർ വില്ലൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് കോമഡിയൊക്കെ അടിച്ചിട്ട് പോകും. അങ്ങനെ ബെസ്റ്റ് കോമഡിയനുള്ള അവാർഡ് കൊടുക്കുക എന്നിട്ടോട്ടെ. സോറി അങ്ങേരുടെ അഭിനയം ഒഴികെ ബാക്കിയെല്ലാം നല്ല ചെയ്തിട്ടുണ്ട്. രവിശങ്കർ ആവറേജ് മാത്രമാണ്. നേരെ കോമഡി ആയിപ്പോയി, വില്ലെന്നും പറഞ്ഞുകൊണ്ട് കോമഡി അടിപ്പിച്ചിരിക്കുകയാണ്, വേറെ ഒന്നുമില്ല. പിന്നെ വി എഫ് എക്സ് എന്താ പണ്ട് ഛത്രപതിയും കുരുവിയും KGF-ലെയും വി എഫ് എക്സ് ചെയ്തവനാണോ ഇതിൽ ചെയ്യണത് സംശയം. അതേപോലെയുണ്ട് വി എഫ് എക്സ്. അതിന് അല്ലെങ്കിൽ അതിലെ അതേ വിഷ്വൽസ് വിഷ്വൽസ് അല്ല, അതിൽ അങ്ങനത്തെ ഒരു സ്ഥലം എടുത്തിട്ട് ആ സ്ഥലത്തിൻ്റെ ഒരു വി എഫ് എക്സ് ഉണ്ട്. അപ്പോൾ ആ സെറ്റ് അതേപോലത്തെ സെറ്റ് ഇട്ടിട്ട് വി എഫ് എക്സ് ഇട്ട് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്. അതൊരു നെഗറ്റീവ് ആണോയെന്ന് ചോദിച്ചാൽ ആവറേജ് ആണ്, ഇറ്റ്സ് ആവറേജ്. പിന്നെ പാട്ടും BGM നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് അടി പിടി, പിന്നെ കുറച്ച് കോമഡി തമാശ, പിന്നെ രവിശങ്കറിൻ്റെ ഇടയ്ക്ക് വില്ലെന്ന് പറഞ്ഞിട്ട് കോമഡി കാണിച്ച് വയ്ക്കും, അങ്ങനത്തെ സംഭവങ്ങളൊന്നാണ്. പിന്നെ നല്ല ഒരുപാട് മെസ്സേജസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ മെസ്സേജസ് കൂടുതൽ. ഫസ്റ്റ് ഹാഫ് ചില്ല് ആൻഡ് ആക്ഷൻ കോമഡിയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഇറ്റ്സ് സീരിയസ്. ആക്ഷൻസ് ഉണ്ട്, അടിയപ്പിടിയൊക്കെ ഉണ്ട്, 1-2 ഉണ്ട്. എന്നാലും നമുക്ക് കോമഡി അങ്ങനത്തെ ഒന്നുമില്ല, കുറച്ച് കോമഡി ഉള്ളൂ. പിന്നെ കൂടുതലും ഒരു സീരിയസ് മോഡലാണ് പോകുന്നത് സെക്കൻഡ് ഹാഫ്. അത് അത്യാവശ്യം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്ന യോഗരാജ് ഭട്ട് എന്നുള്ള ആളാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. റോക്ക്ലൈൻ വെങ്കടേഷ് എന്ന് പറഞ്ഞ ആളാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇയാളാണ് എന്താണ് ദർശൻ്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലേ, മറ്റേ ജഗപതി ബാബു വില്ലനായിട്ട്, എന്താ പേര്, കാട്ടേര. ആ പടം ആവറേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കണത്. എന്നാലും അതിൽ ജഗപതി ബാബുവിൻ്റെ വില്ലത്തരം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പടം ജഗപതി ബാബുയുടെ വില്ലത്തരം ഒഴികെ ബാക്കി പിന്നെ BGM പാട്ട് ശോകമായിരുന്നു. എന്നാലും BGM ആൻഡ് ജഗപതി ബാബുസ് വില്ലത്തരം ആ പടത്തിന് നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തരുൺ കിഷോർ സുധീറാണ് ആ പടം ഡയറക്റ്റ് ചെയ്തത്. എന്തായാലും ഏത് പടം നോക്കിയിട്ടുണ്ടെങ്കിൽ തരുൺ കിഷോർ സുധീറാണ് ആ പടം ഡയറക്റ്റ് ചെയ്തത്, അതിൽ സന്തോഷമുണ്ട്. അതിൻ്റെ പ്രൊഡ്യൂസർ ഈ കാട്ടേര എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന. നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങേര്. എഡിറ്റർ ആരാണാവോ. ഡ്യൂറേഷൻ 2 മണിക്കൂർ
31 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. അതിന്നൊരു ഡ്യൂറേഷനിലാണ് എനിക്ക് ചെറിയൊരു പ്രശ്നം തോന്നിയത്. കാരണം പടം നല്ല തന്നെയാണ്, ബട്ട് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നല്ലതാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിനിടെ ചില ലാഗ്സൊക്കെ തോന്നി. 1-2 സീനില്ല, അത്രയേ ഉള്ളൂ. 1-2 സീൻ എടുത്ത് മാറ്റിയിരുന്നു, ബാക്കിയെല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് 2 സീൻ മാത്രമേ ലാഗായിട്ട് വന്നിട്ടുള്ളൂ. അതൊന്ന് എഡിറ്റ് ചെയ്തൊന്ന് മാറ്റിയായിരുന്നു. സ്ക്രീനിൽ സെൻസർ ബോർഡൊന്നും ശ്രദ്ധിച്ചില്ല. എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടേ, സെൻസർ ബോർഡേ നമ്മളെ പറ്റിക്കണ കാര്യമാണ്. M2 കണ്ടിട്ടില്ല, അതാണ് എടുത്ത് സെൻസർ ചെയ്ത് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അതെ, എന്നാലും ഇന്ത്യൻ ടൂവിൽ തന്നെ ഇന്ത്യൻ്റെ കാര്യമൊന്നും പറയണില്ല. അതില്ല മർമ്മവും പിന്നെ സൂര്യയുടെ വില്ലത്തിലും, അതില്ലാതെ ആകെ ഒന്നും 3 മർമ്മവും പിന്നെ സൂര്യയുടെ വില്ലത്തിനും മാത്രമേ എനിക്ക് ഊളത്തരട്ട് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം നല്ല ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളതിലോട്ടും കയറ്റണമെന്നൊന്നും ഇതിലോട്ട് അറിയാതെ കയറ്റി പോയതാണ്, സോറി. എന്തായാലും കറട്ടക്ക എന്നൊക്കെ മസ്റ്റ് വാച്ചാണെന്നൊന്നും പറയില്ല. കണ്ടിട്ടുള്ളവർ ടെലിഗ്രാം ചാനലിലൂടെ പറയണ്ട, ഇൻസ്റ്റയിലൂടെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പിന്നെ യൂട്യൂബിൽ ഓൺ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് ഇത്രയായിട്ട് ഓൺ ആവണില്ല. എന്താണ് പ്രശ്നമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് പറയുന്നു. പിന്നെ നിങ്ങൾക്ക് എനിക്ക് വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമും ഇത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാം, അക്കൗണ്ടും ഫോളോ ചെയ്യാം. അത് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്, അതിലൊന്ന് ഫോളോ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പിന്നെ ഇനി അടുത്തത് കവൻ്റെ റിവ്യൂ ഒന്ന് ഇടണം, നമ്മുടെ വിജയ് സേതുപതിയുടെ. അങ്ങനെ ഒരു പടം ഇറങ്ങി ഞാൻ ഫസ്റ്റ് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അതൊന്ന് കണ്ടിട്ടൊന്ന് റിവ്യൂ ഇടണം. പിന്നെ ഇതൊന്നും എനിക്ക് കാണണം, എൻ്റെ പേര് ഞാൻ മറന്നു പോയല്ലോടേ. അയ്യോ, ഒരു മിനിറ്റ് ഗൈസ്. പിന്നെ മീറ്റർ കാണണം. പിന്നെ മിസ്റ്റർ ഷെട്ടി, മിസ്സസ് ഷെട്ടി, പൊലി ഷെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്, പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും എന്നോട് തെറി വിളിക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് കാണണം. പിന്നെ ആൻ്റണി കാണണം, പിന്നെ ആയോധി കാണണം, അങ്ങനെ കുറച്ച് പടം കാണാറുണ്ട്. പിന്നെ പാർക്കിങ് കണ്ടിട്ടില്ലടേ, ഒരുപാട് നാളായി കാണണം. പിന്നെ പൊണയും സെൽവനും സെക്കൻഡ് പാർട്ടും കണ്ടിട്ടില്ല. അതൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക കേട്ടോ. പിന്നെ കുറച്ച് പടം കണ്ടിട്ട് ഞാൻ അതൊക്കെ റിവ്യൂ പറയാടേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ വസ്കസ് പിഷ്കാ.